ചെറിയൊരു ശ്രദ്ധ അതിലേക്ക് കൊടുക്ക്. അല്ല ഇത് വരുന്നില്ലല്ലോ. എന്ത് വരുന്നില്ല? ഇനിയിപ്പോ എന്താ കാട്ടണ്ടേ ഇപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയില്? ഇപ്പൊ ഒരു അവസ്ഥയില്ലേ, ഇപ്പൊ ഒരു സാധാരണ അവസ്ഥയാണ്. ഒരു ഗാലറി എടുക്ക്. ഗാലറി ഗാലറി എന്താന്ന് പറഞ്ഞ ഗാലറിയുടെ ഗാലറി 3-4 ദിവസമായി പറഞ്ഞിരുന്ന ഗാലറി. പ്രത്യേകിച്ച് ഒരു ഗാലറി ഇല്ല ഇന്ന്, സാധാരണ ഗാലറി. അത് ഇതല്ലേ? എന്തിനു ഫോൺ പൊട്ടിക്കുന്നു? മെല്ലെ നിൽക്കുകയാണ്. ഇനി ഫേസ്ബുക്ക് വന്നില്ലേ? ഫേസ്ബുക്ക് വന്നില്ലേ? ഇതല്ല ഇപ്പൊ ഫേസ്ബുക്ക്. ഇതാണ് ഫേസ്ബുക്ക്. ഇനിയൊന്നും ആവശ്യമില്ലാത്ത തോന്നല ഇല്ലാന്ന്. ഇതിപ്പോ ഫേസ്ബുക്ക് വന്നല്ലോ. ഇനി ഡിലേറ്റ് ഡൺ ഏത് നിൽക്കും? ഡിലേറ്റ്. സാർ ഇന്നലെ ഒരു ഒപ്പിടാൻ ബാക്കി. അത് ഞാൻ ഒപ്പിട്ടാരാ? എന്റെ ഉണ്ണി എനിക്ക് ഈ വക സാധനങ്ങളൊന്നും വലിയ പരിചയമില്ല, അതുകൊണ്ടാണ് ഇപ്പൊ നിന്നോടൊക്കെ ചോദിക്കുന്നത്. അല്ല സാർ ഇതിൽ എന്തായിരിക്കണേ? ഒന്നുമില്ല സുഖം സാറേ, എന്റെ അമ്മാനച്ഛന്റെ ഹോസ്പിറ്റലാ. അപ്പൊ ഞാൻ ഇന്നലെ പോയി കണ്ടിരുന്നു. അപ്പൊ ആർക്കെങ്കിലും വന്ന് കാണണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാൻ നിൽക്കണ്ടല്ലോ. ഇത് അങ്ങോട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അറിയും, അവർക്കൊക്കെ വന്ന് കാണുകയും ചെയ്യാലോ. അപ്പൊ അതിനുള്ള വങ്കപ്പാടാണ് ഇപ്പൊ. നല്ല കാര്യം. സാറാ അമ്മയച്ചന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യൂലേ, അതിന്റെ അടിയിൽ ആദരാഞ്ജലികൾ കൂടി ഇട്ടേരി. അല്ല ഇത് പുള്ളി പഠിച്ചു വരുമ്പോഴൊക്കെ അതല്ല സംഭവിക്കും. തനിക്ക് അമ്മാനച്ഛനൊക്കെ ഉണ്ടോ? മോർണിംഗ് സാർ. സാറേ സത്യൻ സാറിന്റെ മുഖം എന്താ കടുന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നു? ഇന്നലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നേ. 11.5 കണക്കിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനിപ്പോ നമ്മുടെ അടുത്ത് മുഖം തോർപ്പിച്ചിട്ട് എന്തായാലും. അതെ. സാറേ, ആ 7-ാം വാർഡിലെ മെമ്പറേ ഗ്രാമസഭ നടത്തിയതിന്റെ ചായ ചെലവെന്ന് പറഞ്ഞിട്ട് ഒരു 350 രൂപയുടെ ബില്ല് തന്നിട്ടുണ്ട്. പക്ഷെ പഴംപൊരി കഴിച്ചെന്ന് പറഞ്ഞു. പക്ഷെ പഴംപൊരിയുടെ വൗച്ചറിൽ വെച്ചിട്ടില്ല. ഇത് കൊടുക്കണ്ട. അത് മാത്രല്ല, ഈ മീറ്റിങ്ങിന് പങ്കെടുത്ത സകല ആൾക്കാരും പഴംപൊരി ഇതങ്ങനെ കടിച്ചിരിക്കുന്ന ഫോട്ടോയും വേണം. നിങ്ങൾ എന്ത് മണ്ടത്തരായി ഫോണിൽ കാണിച്ചു? നിങ്ങളെ കോട്ടപ്പാറയിലെ കൃഷ്ണേട്ടന്റെ മോളെ ഫോട്ടോ എന്തെങ്കിലും വെച്ചിനി? ഉണ്ണി ഇവിടെ 100 പണിയുണ്ട്, നീ അതും കൊണ്ടൊന്ന് പോയെന്ന്. 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പഴംപൊരിയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ? പഴംപൊരി ചായ കൊണ്ടു. സാർ, ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ടേ. അത് സൂദൻ സാറിന്റെ അടുത്ത് തന്നിട്ടേ ഒന്ന് ഇനീഷ്യലി ഇത് വാങ്ങിക്കോ. സാറേ, മോന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അതിനെ അപേക്ഷ കൊടുക്കും. അല്ല, ഞാൻ കൊടുത്ത്. എന്ന് കൊടുത്ത് 2 ആഴ്ചയായി. അല്ലെങ്കിൽ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തിനാ പത്ര പെട്ടെന്ന് സ്കൂളിൽ ചേർക്കാനാ? അതിന് ഇനി സമയമുണ്ടല്ലോ, അപ്പോഴേക്ക് റെഡിയാക്കി തരാം. പോയിട്ട് പിന്നെ വരും. സാർ, അതല്ല, എന്റെ ഭർത്താവ് പട്ടാളത്തിലായിരുന്നു. ആള് മരിച്ചു പോയോണ്ട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എല്ലാ രേഖകളും അവിടെ കൊടുക്കണം. അപ്പൊ മോന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും വേണം. പട്ടാളത്തിലായിരുന്നു അല്ലേ? അർജന്റ് ആണെങ്കിലേ സൂപ്രണ്ട് സാറോടൊന്ന് സംസാരിച്ചു നോക്ക്. സാറ് വിചാരിച്ചാ നടക്കും. സാറേ, ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു 3 മണിക്ക് പോകുന്നു. അയ്യോ സാറേ, 3 മണി പറയല്ലേ? 3 മണിക്കാ നികുതി കുടിശ്ശികക്കാരുടെ സ്പെഷ്യൽ കളക്ഷൻ കൗണ്ടർ വിട്ടിട്ടില്ലേ? അയ്യോ, അപ്പൊ പറ്റില്ല. നാളെ വന്നോളൂ കേട്ടോ. അല്ല, എനിക്ക് അത്യാവശ്യമായതുകൊണ്ടാ സാറേ. അപ്പൊ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാസം മുമ്പ് അപേക്ഷ കൊടുക്കാറുന്നില്ലേ? ഭർത്താവ് മരിച്ചിട്ട് 1 മാസം ആയിട്ടുള്ളൂ. അതിന് എന്താ നിങ്ങളുടെ കാര്യം? ബർത്ത് സർട്ടിഫിക്കറ്റ്. അതെ, ഞങ്ങൾക്ക് വേറൊരു കാര്യം അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്ന് പുറത്തുനിന്ന് കേട്ടോ. വിളിക്കാം. ഇന്നലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ മീറ്റിംഗിന് ഞാൻ പോയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിപ്പോ സാറൊന്ന് വന്നപ്പോ മനസ്സിലായി. സാധാരണ നിങ്ങൾ ഓഫീസിൽ വരുന്നത് പോലെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഫയല് തുറന്നു വെച്ചിട്ട് വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ പറയുന്ന പരിപാടി ഇനി നടക്കില്ല. അങ്ങനെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന് ISO കിട്ടില്ല. അയ്യോ അല്ല, ISO. എന്താ സാറേ ISO? ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ.
അന്താരാഷ്ട്ര ഗുണനിലവാരം. സാറപ്പൊ പറഞ്ഞു വരുന്നത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ലണ്ടനിലും അമേരിക്കയിലൊക്കെ പഞ്ചായത്തുകളിൽ നമ്മൾ ഉദ്യോഗസ്ഥരൊക്കെ പോകേണ്ടി വരുമെന്നാണ്. അതെ, ഇതിന്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് നമ്മൾ ജീവനക്കാർക്കല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക്. സെക്രട്ടറി സാറേ നമസ്കാരം. 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 എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും നമസ്കാരം. അതെ, ഞാനൊന്ന് കാണാൻ നോക്കായിരുന്നു. എല്ലാ മെമ്പർമാരുടെയും ഒരു മീറ്റിംഗ് വിളിക്കണം. അതായത് നമ്മുടെ പഞ്ചായത്തിലേക്ക് ISO വരാനുള്ള ഒരു വഴി ഉണ്ടാക്കണം. അതാണിപ്പോ വലിയ കാര്യവും. പഞ്ചായത്തില് പാണ്ടികാരി വരെ വരുന്നേ. നമ്മളാ അമ്പലത്തിനടുത്തുള്ള വളവ് നിങ്ങൾ നിരത്തി കഴിഞ്ഞാൽ ഏത് വണ്ടി വരും? അതെ, ഇതല്ല ISO നമ്മളെ പഞ്ചായത്തിന് കിട്ടാൻ പോവുക. കിട്ടാൻ. എന്നാ പിന്നെ നിന്റെ വാർഡിൽ 2 ആയിക്കോട്ടെ. അതെ, ഒരു 2 രൂപ കൊടുത്തേക്ക്. എന്റെ മെമ്പറെ, ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദവിയാണ്. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജനപ്രതിനിധികൾ എല്ലാരും കൂടെ ഒന്ന് സഹകരിക്കണം. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ഈ പദവി കിട്ടാൻ വേണ്ടിട്ടല്ലേ? അതെല്ലാം മെമ്പർമാരുടെ കാര്യം ഞാൻ ഏറ്റില്ലേ. അപ്പൊ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ വാർഡില് ഒരു പെണ്ണുങ്ങൾ മണ്ണെണ്ണ കൊത്തി ആത്മഹത്യക്ക് ശ്രമിക്കും. എവിടെ നിന്ന് ഇവർക്ക് ഇതിന് മാത്രം മണ്ണെണ്ണ കിട്ടണെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മളന്വേഷിച്ചിരുന്ന 1 ലിറ്റർ കൂടി കിട്ടൂല. മയ്യത്താവണമെന്ന് ആഗ്രഹം വന്നെങ്കിൽ എവിടുന്ന് കിട്ടുന്നു? ബ്ലാക്കിന് മേടിക്കണ്ടാവും. അപ്പൊ അവൾ മയ്യത്താവണം, എനിക്ക് അവളെ പെരലൊന്ന് പോകണം, അല്ലെങ്കിൽ ആശുപത്രിപ്പെട്ട അവളൊന്ന് കാണണം. പിന്നെ 2 നിക്കാഹുണ്ട്, 2 കുടിയിരിക്കലുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണൊക്കെ എന്തിനാ ഈ പഞ്ചായത്ത് ഓഫീസിലെന്ന് പറയുന്നത്? അത് ബിസിയാണല്ലോ. തിരക്കിനിടയിൽ ഞാൻ മുപ്പറയും കൊണ്ട് വന്നത്. സുമേഷേട്ടെ, സുമേഷേട്ടാ, നിങ്ങളെ ആവശ്യം എന്താ വെച്ചാൽ സെക്രട്ടറിയോട് പറഞ്ഞോളി. എനിക്ക് നമ്പർ വേണം. നമ്പരോ? കൊടുത്തേക്കുന്നു. ശല്യം ഉണ്ടാവില്ലോ. ഏടെ പ്രായമുള്ളവല്ലേ? 9495. മൊബൈൽ നമ്പർ അല്ല, പിന്നെ പെരേണ്ട നമ്പർ. ഈ വീട്ടു നമ്പറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്പർ കിട്ടിയിട്ട് വേണം എനിക്ക് റേഷൻ മേടിക്കാൻ. ഒക്കെ ശരിയാക്കി തരാം. ഇപ്പൊ നമ്മള് വേറൊരു മീറ്റിംഗ് ആണ്, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് പുറത്തു പോയിന്നോളി. അതെന്റെ നമ്പർ തരൂ. വേണ്ട, കേട്ടാ. സംശയമാണ്. മൊയ്ത് മെമ്പർ പറഞ്ഞല്ലേ പുറത്ത് നിൽക്കുന്നത്. പിന്നെ സെക്രട്ടറി, ആ കനാൽ റോഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം. ജനങ്ങൾ മിക്കപ്പുറത്ത് തരുന്നില്ല എനിക്ക്. എന്റെ പൊന്നു മൊയ്തു, ഞാനൊരു കാര്യം അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതൊന്ന് തീർത്തോട്ടെ ഞാൻ. അപ്പൊ നമ്മള് വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ ആ ഹോസ്പിറ്റലിലൊക്കെ വെച്ചല്ലേ, ചിലപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ലല്ലോ. അല്ലോ, ആ പെണ്ണുങ്ങളെ കാര്യം. എന്നാ പിന്നെ ഞാൻ പോയിട്ട് കേട്ടോ. നിങ്ങൾ നോക്കി. എന്റെ സാറ് ഇതൊക്കെ ഇരിക്കണോടത്ത് എവിടെ നിന്ന് ISO കിട്ടാനാണ്? അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനത് വായിക്കട്ടെ. അപ്പൊ അതില് നിർദ്ദേശം 1, ഓഫീസ് മുറി ഇപ്പൊ ഭയങ്കര അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അതാത് സ്ഥാനങ്ങളെല്ലാം കൊണ്ടുവച്ച് നല്ല നീറ്റായിരിക്കണം. ഇനി നിർദ്ദേശം 2, ഒരു തുണ്ട് കടലാസ് നമ്മുടെ ഓഫീസിനകത്ത് കാണാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഈ ഫയലുകളൊക്കെ കെട്ടിപ്പെറുക്കി കൊണ്ടുപോയി എവിടെയെങ്കിലും കത്തിക്കണം. അല്ല, നമ്മുടെ ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാം. അതെ, ആവശ്യമില്ലാത്ത കടലാസുകൾ കൊണ്ടുപോയിട്ട് നമ്മൾ കത്തിക്കണം. അത് വേണം. നിർദ്ദേശം 3, ടോയ്ലറ്റ് വളരെ വൃത്തിയായിരിക്കണം. ഇത് നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ നല്ല വൃത്തിയല്ലേ? അല്ല, നമ്മളുടെ അല്ല, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോ അവർക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് വൃത്തിയായിരിക്കണം. അത് വൃത്തിയാക്കേണ്ട ചുമതല നമ്മൾ ജീവനക്കാർക്കാണ് എന്നർത്ഥം. ആര്? നമ്മൾ ഉദ്യോഗസ്ഥന്മാര് വൃത്തിയാക്കണമെന്നോ? എന്റെ സാറെ, നടക്കണ വല്ല കാര്യം പറയും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യിച്ചാലേ സംഘടന ഇടപെടും, ആകെ പ്രശ്നമാവും. അതെ, സൂദൻ സാർ ഇതിപ്പോ സെക്രട്ടറി അത് വായിച്ചെന്നുള്ളോ. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ ടോയ്ലറ്റ് വൃത്തിയാക്കില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇൻക്രിമെന്റ് കട്ടായി പോകുന്നില്ല. മാത്രമല്ല, ഇത് പിയോന്ന് ഉണ്ണിയോട് പറഞ്ഞു നോക്കിയ വിവരം അറിയും. ചെയ്യൂല. അല്ല, ഇതിപ്പോ ഉണ്ണിയോട് മാത്രം പറഞ്ഞിട്ട് ഉണ്ണിയെ കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല, നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് ചെയ്യണം എന്നായി പറയുന്നത്. അപ്പൊ അത് നടക്കില്ല. അടുത്ത് വായിച്ചോളൂ. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഏതെങ്കിലും അമ്മമാര് വരികയാണെങ്കിൽ അവർക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓഫീസിനകത്ത് ഒരു മുറി പ്രത്യേകമായിട്ട് സജ്ജീകരിക്കണം. ഇവിടുത്തെ ആവശ്യത്തിന് തന്നെ ഇവിടെ ഒരു മുറിയില്ല. ഇനി അതിനാണ് പ്രത്യേകിച്ച് ഒരു റൂം. ഇനി സാറിന് നിർബന്ധമാണെങ്കിൽ ഒരു പണിയായി, സാർ ഇരിക്കുന്ന ക്യാബിനില്ലേ, അതിലൊരു കർട്ടൻ വട്ടം വലിച്ചു കെട്ടിയിട്ട് അവരപ്പുറത്തിരുന്ന് കൊടുത്തോട്ടെ. അതൊന്നും ശരിയാവില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഇവിടെ സാറേ. അതെന്തായാലും ചെയ്യാം. അവിടെ ആകുമ്പോ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല, അവർക്ക് ശല്യാവില്ലല്ലോ. അപ്പോ പിന്നെ ISO കിട്ടുന്നതിന് നിർബന്ധമായിട്ടും വേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലത്തെ 1 പൗര സർവേ ആണ്. അത് പറ്റില്ല. വീട് വീടാന്തരം പോയി സർവേ ചെയ്യാൻ പറ്റില്ല സാറേ. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ പൊന്നു സൂദൻ സാറേ, നിങ്ങൾ വീടാന്തരം കയറി നടക്കണ്ട. പിന്നെ ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോമിനകത്ത് ഇപ്പൊ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാള് വരുമ്പോ ആ ആളുടെ പേരും അഡ്രസ്സും അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ അയാൾ എന്തിനു വന്നു,
എപ്പോൾ വന്നു, എന്ത് ആവശ്യത്തിന് വേണ്ടി വന്നു, അത് എപ്പോൾ സാധിച്ചു കിട്ടി എന്നെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തണം. ഒപ്പം വന്ന ആളെ കൊണ്ട് അടിയിൽ സൈൻ ചെയ്യിപ്പിക്കണം. അപ്പൊ ISO കിട്ടില്ല എന്നുള്ള ഉറപ്പായി. അതെന്താ? അല്ല, ഇപ്പൊ നമ്മള് വളരെ സത്യസന്ധമായിട്ട് എഴുതി വെച്ചിട്ട് അത് വായിച്ചിട്ട് വേണല്ലോ സാർ അതിന്റെ ചുവട്ടിലെ ആളുകൾ ഒപ്പിടാൻ. ഓ, അതെന്തായാലും ആളുകൾ ചെയ്യില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ വേറെ വഴിയുണ്ട്. ഈ വരുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഫോമിന്റെ അടിയിലങ്ങ് ഒപ്പിടിപ്പിക്കുക. ബ്ലാങ്ക് ഫോമില്. എന്നിട്ട് മുകളിൽ നമുക്ക് എഴുതി ചേർക്കാം, സാർ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി വന്നു, ഒരു കാലതാമസവും കൂടാതെ എനിക്ക് കാര്യം സാധിച്ചു കിട്ടി, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സത്യസന്ധരും ഉത്സാഹികളുമായിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മളങ്ങ് എഴുതി ചേർത്താൽ സാധാരണ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ പോലെ തന്നെ അതുപോലെ. അപ്പൊ നമുക്ക് നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താ, നമ്മുടെ പഞ്ചായത്തിന് ഒരു ISO കിട്ടുന്ന കാര്യമല്ല സാർ. അതിന് ISO നേടിയെടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. പിടിച്ചോട്ടോ. എന്താ നിങ്ങൾ കാണിക്കണേ? ഇതെന്തിനാ രണ്ടാളൊരു കോണിന്റെ മുകളിൽ കയറണേ? ഒരാളിട്ട് മാറേ. അതാ രണ്ടാളെ നീ അതിന്റെ മുകളിൽ കയറിക്കോ. ഒരാളെന്നാ പറയാമേ. പിന്നെ നീ ഒരു കാര്യം ചെയ്തേ, നീ എന്താ കാണിക്കണത്? സാറേ, കുറെ സമയം ആടെടുക്ക് ഈടെടുക്ക്, ഫയൽ മാറ്റി, മേശ വൃത്തിയാക്കി, കസേര വൃത്തിയാക്കി, ഇതെല്ലാം എന്നോട് പറയുന്നത്. സാർ ഇവിടെ ഇരുന്നുകൊണ്ട്, സാർ സൂപ്രണ്ട്, ഞാൻ പ്യൂൺ തന്നെ, നമ്മ രണ്ടാളിതാ ലുങ്കി കൊടുത്തിട്ട് പണിക്കിറങ്ങിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് വിചാരിച്ചാൽ എല്ലാം നല്ലോണം വൃത്തിയാവും കേട്ടാ. ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് എല്ലാം തുടച്ച് ഞാനോ എനക്കാടെ പണിയുണ്ട്. നല്ല രസം ഉണ്ടാവും. എടുക്ക് സാർ. അതെ, ഒരു കോലെടുത്ത് ഇത് മുഴുവൻ ബ്ലോക്ക് ആയി കിടക്കണം, കുത്തിക്കളയണം. കോല് വേണ്ടേ? കുത്തിക്കോ. സാർ ഒഴിച്ചേ, വെള്ളം ഒഴിച്ചേ, മാറിയിട്ട് മാറിലിടും. മോളിന്നുള്ള ഓർഡറല്ലേ ഒഴിച്ചോ. എന്റെ കാലിലല്ല, എന്റെ അകത്തോട്ട് ഒഴുക്കി. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം നമ്മുടെ നെഞ്ചിൽ. പാട്ടൊക്കെ അല്ല, സാറിങ്ങനെ തുഴയുന്ന കണ്ടപ്പോഴേ. കുഴപ്പമില്ല, ഇത് ഞാൻ തുറഞ്ഞോളാം. അവിടെ പണി നടന്നോട്ടെ കേട്ടോ. പണി അവിടെ നടന്നോട്ടെ. ശരി. ലെങ്തി ഓടിക്കുക. എന്താ പഞ്ചായത്ത് ഓഫീസ് മാറ്റിയാ? ഇല്ല, മാറ്റിക്കൊണ്ടിരിക്കുക. എവിടെ ഇല്ല, ഇവിടെ തന്നെ. ഇതൊന്ന് മൊത്തത്തിലൊരു മാറ്റം വരുത്താനുള്ള പരിപാടിയാ. അങ്ങനെ എന്തേ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇത് കണ്ടില്ലേ? ഇതൊക്കെ വൃത്തിയാക്കിട്ട് ഇതിന്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ തന്നെ 2 ആഴ്ചയൊക്കെ പിടിക്കും. അതല്ല, ബാക്കി പേപ്പറൊക്കെ ശരിയായി അവിടെ കൊടുക്കാനേ. അതെന്താ ഈ തിരക്കുകാരനെ അതൊന്ന് തെരഞ്ഞു കിട്ടണം. കിട്ടിയ വഴിക്ക് സെക്രട്ടറി കൊണ്ട് ഒപ്പിടിച്ചു തരാം. അത് കിട്ടും, കിട്ടുന്ന പൊക്കോളൂ. അല്ല, ഇതും കൂടെ കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ. കിട്ടിയാ കൊടുക്കാം. അല്ലേ, അല്ലെങ്കിൽ അല്ല, അത് വേഗം കിട്ടാൻ വേണ്ടിട്ടൊരു വകുപ്പുണ്ടല്ലോ, ഒപ്പിടിച്ച വേഗം കൊടുക്കാലോ. അതല്ലേ, എടുപ്പിച്ചോളൂ. ഒരു ഫോം ഉണ്ട്, അതിലൊന്ന് ഒപ്പിട്ട് കിട്ടിയല്ലേ അതിപ്പോ ശരിയാക്കി തരാം. നിങ്ങളുടെ വിഷമം ആന്റണി സാർ ഇപ്പൊ ഒപ്പിടുന്നത് ഇതുണ്ടോ? അതെ, ഒരു പുതിയ വകുപ്പാണ്. വേണ്ടതാ, ഇവിടെ ഒരു ഒപ്പിടും. ഇതെന്തിനാ? അതിന്റെ മറ്റേ ഫോമേ കംപ്ലീറ്റ് പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റും. അതാ നമുക്ക് സർക്കാർ ഓഫീസിലെ പ്രവർത്തനങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണല്ലോ എന്റെ സംഭവം. ചേച്ചിക്ക് പോയിട്ട് തിരക്കില്ലെങ്കിൽ നമ്മൾക്ക് കൂട്ടാം. പൊക്കോട്ടെ. പൊക്കോളൂ. പെട്ടെന്ന് വിളിച്ചറിയിക്കാം. അറിയിക്കാം. നമ്മൾ
നമ്മളെ ആളുകൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന് വരുമ്പോ സാറേ നിർത്തി കഷ്ടപ്പെടുത്തണ്ട. കാരണം ഇതിന്റെ അകത്തിരുന്നാണ് അവര് നമ്മളോട് പകരം വീട്ടണ കേട്ടാ. നല്ലോണം ഒഴിച്ചത്. ഇതിപ്പോ അവിടെ ചെയ്യുന്നതിനൊക്കെ വൃത്തിയാണ് നീ കേട്ടോ. ആ സാറേ കാണിക്കല്ലേ. നമ്പർ കിട്ടിയില്ല. നമ്പർ ഇവിടെ കക്കൂസ് കഴുകിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ നമ്പർ കിട്ടുവോ? ആരാണത്? എന്താ എനിക്ക് നമ്പർ വേണം. നമ്പറാ? ഇന്ന് നടക്കൂല, ഇവിടെ പണിയല്ലേ. പണിയാണേ, വേറെ ദിവസം വരെ നിങ്ങള്. അല്ല എന്താ പഞ്ചായത്ത് ഓഫീസിലും കൂടി എന്താക്കി പണിയല്ലേ? എന്താ ഇരിക്കണത്? എന്താ ഞാൻ തൊട്ടിട്ടില്ലല്ലോ. വീണുപോയി, നല്ല പരിക്കുണ്ട്. നമുക്കറിയോ? നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യണ്ട. നിങ്ങള് എന്തെത്തപ്പത് മെമ്പർ അതിന് മാത്രം ആളുണ്ട് ഇവിടെ. അല്ല നിങ്ങൾ ബാക്കിയുള്ള മെമ്പർമാരൊക്കെ ഇവിടെ? അത് ശരി, മെമ്പർമാരെ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഓരോ കിട്ടുന്ന ആരോ പറഞ്ഞ് ഓരോ ഉടുപ്പിൽ ചളിയാവൂലേ? അല്ല ഇവിടെ വൃത്തിയാക്കല് കഴിഞ്ഞ സദ്യ ഉണ്ടായിരുന്നു വരുന്നുണ്ടോ? സദ്യക്ക് എന്തായാലും വരും. അതല്ല, ISRO കിട്ടിയ എല്ലാരും വരും ഇവിടെ. എന്ത് ISRO കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും വരുമല്ലോ. ISR IAS IPS എന്തോ അന്ന് സെക്രട്ടറി പറഞ്ഞില്ല, MBBS IC എന്തോ ഒരു സാധനം കിട്ടി. അങ്ങനെ ഇടങ്ങറാക്കില്ല, അത് നാവുമ്പോ കിട്ടൂല അതിന്റെ പേര്. അതാണ് അതെന്നെ അറിയാത്ത ആളാ നമ്മുടെ മെമ്പർ. ഒരു കാര്യം ആ ചൂല് എടുത്തു കൊടുക്കണ, അത് അടിച്ചിട്ട് അടിച്ചു വരട്ടെ. എടുത്തു കൊടുക്ക്. എന്തിട്ടാ ഈ കാലം? ഞാനിവിടുത്തെ സൂപ്രണ്ടാണ് ഈ നടുടിഞ്ഞിരിക്കുന്നത്. അപ്പോഴോ നമ്മള് പെരേന്ന് തന്നെ ചൂലെടുത്തിട്ടൊന്നും അടിച്ചു തരില്ല. ഞാൻ ശരി ചൂലൊക്കെ എടുത്തു തരാൻ ഞാൻ മെമ്പറായിട്ടൊക്കെ നിൽക്കുവോ? ഒറ്റ ഹലോ, എന്താ കൃഷ്ണ? അതിർത്തി പ്രശ്നോ? ഏത് വാർഡില്? 6ാം വാർഡിലോ? അതാ ഞാൻ പറ്റി. ഞാൻ വരാം. അതിർത്തി പ്രശ്നം 6ാം വാർഡില്. ഞാൻ വന്ന് പണി നടക്കട്ടെ കേട്ടോ. ISRO കിട്ടാല്ല. ഒന്നുമില്ല വെറുതെ. അപ്പൊ ബെല്ല് വരില്ലേ? അങ്ങനെയാണെങ്കിൽ വെറുതെടുത്തിട്ട് പോയേക്കാം. ISRO. അയ്യോ.